സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം കേരള മുഖ്യമന്ത്രി ഗവർണറുടെ ചായ സൽക്കാരത്തിന് പോയ ദൃശ്യം കേരള ജനത ഒന്ന് കണ്ണ് തുറന്ന് കാണണം. അതും പോരാഞ്ഞിട്ടും ആ പോക്കിനെ മാധ്യമങ്ങൾ ഒരു സംഭവ ബഹുലമായി റിപ്പോർട്ട് ചെയ്തതും ശ്രദ്ധിക്കണം. കാര്യം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല, പത്രാസ് കാണിക്കില്ല, എനിക്ക് വലിയ അകമ്പടി വാഹനങ്ങൾ വേണ്ട, വിരലിൽ എണ്ണാവുന്ന വാഹനങ്ങൾ മതി എന്നൊക്കെ ജനപ്രിയ തള്ളലുകൾ പുറത്തു വന്നതിന് ശേഷമുള്ള ദൃശ്യമാണെന്ന് കൂടി ആലോചിക്കുക. ഗവർണറുടെ സൽക്കാരത്തിന് പോകുമ്പോൾ ഗതാഗതം തടസ്സപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? കാര്യം ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച കാര്യം പറഞ്ഞതിന് ശേഷം ഞാൻ അത് ചെയ്താൽ അവർ മനസ്സിലെങ്കിലും അത് ഓർത്ത് ചിരിക്കും. ചിരിക്കണോ വേണ്ടയോ? ദൃശ്യവും ഒപ്പം തന്നെ അതിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ടിനപ്പുറം ഒരു വാക്ക് പ്രയോഗിക്കുന്നുണ്ട്: ഗതാഗത പരിഷ്കരണം. മനസ്സിലായില്ലേ? ഈ ഗതാഗത പരിഷ്കരണം എന്ന് പറഞ്ഞാൽ മര്യാദയ്ക്ക് റോഡിൽ കൂടെ വണ്ടി പോകാൻ പറ്റാതെ ജനങ്ങളെ നട്ടം തിരിയിക്കുന്നതിനെ മാധ്യമങ്ങളുടെ പുതിയ വാക്കാണ് ഗതാഗത പരിഷ്കരണം. കേട്ടെ, നമ്മൾ നമ്പർ 1 സ്ട്രേറ്റ് കാർ കണ്ടു, മുഖ്യമന്ത്രിയെ കണ്ടു, കൈവീശി കാണിക്കുന്ന വി.ഡി. സതീശനെ കണ്ടു. മന്ത്രിമാരെല്ലാവരും എത്തിയോ അവിടേക്ക്? മന്ത്രിമാർ ഇനി വരുന്നതേ ഉള്ളൂ. കാരണം മുഖ്യമന്ത്രി എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പിന്നാലെ വന്നത് ചീഫ് സെക്രട്ടറിയുടെ വാഹനമാണ്. കേരള സ്റ്റേറ്റ് 55-ാം നമ്പർ വാഹനം ചീഫ് സെക്രട്ടറിയുടെയാണ്. ചീഫ് സെക്രട്ടറി ഇവിടെ എത്തിയിട്ടുണ്ട്. ആദ്യം വന്നത് മുഖ്യമന്ത്രിയുടെ പൈലറ്റ് വാഹനങ്ങൾ മുന്നേ വന്നു. അതിന് പിന്നാലെ കേരള സ്റ്റേറ്റ് 1-ാം നമ്പർ ബോർഡ് വെച്ച മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ വാഹനം കൈവീശി കാണിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകരെയും ഇവിടെ നിന്നവരെയും പോലീസുകാരെയും കൈവീശി കാണിച്ചുകൊണ്ട് അദ്ദേഹം ലോക് ഭവനുള്ളിലേക്ക് കയറിപ്പോവുകയും ചെയ്തു. ഇപ്പോൾ ട്രാഫിക് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു മന്ത്രിമാരുടെ വാഹനങ്ങൾ വരാൻ ഇനിയും വൈകുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് ഒപ്പം തന്നെ മന്ത്രിമാരുടെ വാഹനം കൂടി വരാനുള്ളതായിരുന്നു. പക്ഷേ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ട്രാഫിക് ക്ലിയർ ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് മന്ത്രിമാർ വരുന്നത് കുറച്ചുകൂടി കഴിഞ്ഞിട്ടേ വരൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കണ്ടല്ലോ, ഇതേ കാറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരുന്നു എങ്കിൽ 4 പ്രതികരണങ്ങൾ ആ ഗതാഗത കുരുക്കിൽ കിടക്കുന്നവരുടേതായിട്ട് പുറത്തേക്ക് വന്നേനെ. അവരുടെ അടുത്തേക്ക് മൈക്കും കൊണ്ട് ഓടും. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് ഞങ്ങളുടെ മുതലാളിക്ക് കൂടി വേണ്ടപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം പോകുന്നതിനെ, ജനങ്ങളെ വഴിയിൽ തടയുന്നതിനെ ഗതാഗത പരിഷ്കരണം അല്ലെങ്കിൽ ട്രാഫിക് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ വേറെ ഒരു വണ്ടി അതുവഴി ഓടാൻ അനുവദിക്കാതെ മുഖ്യമന്ത്രി രാജാവിനെ പോലെ കടന്നു പോവുകയാണ്. ആ പോക്കിനെയൊക്കെ ഇങ്ങനെയും റിപ്പോർട്ട് ചെയ്യാമെന്ന് നാട്ടുകാരൊന്ന് മനസ്സിലാക്കണം. കാര്യം ഇന്നലകളിൽ 40 വണ്ടിയുടെ അകമ്പടി വാഹനത്തിൽ പിണറായി വിജയൻ പോയിരുന്നു എന്ന് പച്ച നുണകൾ പറയുകയും പൈലറ്റ് വാഹനം ഒന്നും വേണ്ട എന്ന വലിയ ജനപ്രിയ പ്രഖ്യാപനമൊക്കെ നടത്തിയതിനു ശേഷം റിയലായി കാണിക്കുന്ന പ്രവൃത്തിയാണ്. അതിൽ ഒരു വാചകം കൂടി പറയുന്നുണ്ട്: മറ്റുള്ള മന്ത്രിമാർ കൂടി വരാനുണ്ട്. കാര്യം മന്ത്രിമാരെല്ലാം കൂടി ഗവർണറുടെ അവിടെ ചായ കുടിക്കാൻ പോകുന്നതിന് ആര് കഷ്ടപ്പെട്ടോളണം? ഈ നാട്ടിലെ പൊതുജനം കഷ്ടപ്പെട്ടോളണം. അത് നമ്മുടെ നാട്ടിൽ മാധ്യമങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം സാധാരണ ഒരു സംഭവമാണ്. അങ്ങനെ ജനം ബുദ്ധിമുട്ടേണ്ടവരാണ്. അതൊന്നും വാർത്തയാക്കേണ്ട കാര്യമില്ലാത്ത പോലെ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ ഇരട്ടത്താപ്പ് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുള്ളൂ.